السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 128. സുന്ന അൻ യഖ്സിദ ബിഹി നൈല മത്ലൂബാതിഹി ദുനിയവിയ്യത്തി വൽ ഉഖ്റവിയ്യ ലിഖബരി മാഉ സംസം ലിമാ ശുരിബ ലഹു. മാഉ സംസം ലിമാ ശുരിബ ലഹു എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അഥവാ സംസം വെള്ളം എന്ത് ഉദ്ദേശിച്ചു കുടിച്ചാലും അത് സഫലമാകും. അതുകൊണ്ട് തന്നെ സംസം കുടിക്കുമ്പോൾ ദുനിയവിയും ഉഖ്റവിയുമായ ഉദ്ദേശ്യങ്ങൾ വെച്ച് കുടിക്കൽ സുന്നത്തുണ്ട്. ദുനിയവിയായ ഉദ്ദേശ്യങ്ങളാവാം, ഉഖ്റവിയായ ഉദ്ദേശ്യങ്ങളാവാം. ഏത് ഉദ്ദേശ്യവും നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഉദ്ദേശിച്ചുകൊണ്ട് മാഉ സംസം കുടിക്കാം. അങ്ങനെയാണെങ്കിലും മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള ഒരു ദുആ ഉണ്ട്. സംസം കുടിക്കുമ്പോൾ നിർവഹിക്കേണ്ട ദുആ, അല്ലെങ്കിൽ സംസം കുടിക്കുമ്പോൾ ഉദ്ദേശിക്കേണ്ട ഒരു ഉദ്ദേശ്യം. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാഉ സംസം കുടിക്കുമ്പോൾ യഖൂലു അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാ. ഈ 3 കാര്യങ്ങളായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ദേശിക്കാറുള്ളത്. അഥവാ നാഫിആയ ഇൽമ്, വാസിആയ റിസ്ഖ്, ഭക്ഷണത്തിൽ വിശാലത, അതോടൊപ്പം എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള ശമനം. ഇങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം കുടിക്കുമ്പോൾ ഉദ്ദേശിക്കാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നിഹായിലും മുഗ്നിയിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഏത് ഉദ്ദേശ്യങ്ങൾ വെക്കാമെങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഉദ്ദേശ്യം വെക്കുകയാണെങ്കിൽ അത് വളരെ നന്നാകും. ഇങ്ങനെ ഉദ്ദേശ്യം വെച്ചുകൊണ്ട് കുടിക്കുക മാത്രമല്ല, അത് പ്രത്യേകം എടുത്തു പറയലും സുന്നത്താണ് എന്ന് തുഹ്ഫയിലും നിഹായിലും ഒക്കെ കാണും. എങ്ങനെയാണ് പറയേണ്ടത്? സംസം കുടിക്കാൻ ഉദ്ദേശിച്ച ആള് ഇപ്രകാരം പറയണം: അല്ലാഹുമ്മ ഇന്നഹു ബലഗനി അന്ന റസൂലക മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മാഉ സംസം ലിമാ ശരിബ ലഹു അല്ലാഹുമ്മ ഇന്നി അശ്റബുഹു ലികദാ അല്ലാഹുമ്മ ഫഫ്അൽ ബി ദാലിക ഫഫ്അൽ ലി ദാലിക ബിഫദ്ലിക. എന്താണ്? അല്ലാഹുവേ, നിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ ഇത് കുടിക്കുന്നത് ഇന്ന ഉദ്ദേശ്യത്തിനാണ്. ആ ഉദ്ദേശ്യം അവിടെ പറയാം. എന്നിട്ട് പറയാ, അല്ലാഹുവേ, ആ ഉദ്ദേശ്യം എനിക്ക് നീ സാധിപ്പിച്ചു തരണമേ എന്നും പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മിയും ചൊല്ലിയാണ് മാഉ സംസം കുടിക്കേണ്ടത്. അങ്ങനെയാണ് സുന്നത്ത് എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിലും മഹാനായ മുഹമ്മദുർ റംലി റളിയല്ലാഹു അൻഹു നിഹായിലുമൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സംസം കുടിക്കുന്ന ആളുകൾ ഈ രീതിയിലൊക്കെയാണ് കുടിക്കേണ്ടത്. അപ്പോഴാണ് ആ സുന്നത്തൊക്കെ ലഭിക്കുക. അള്ളാഹു സുന്നത്തുകളൊക്കെ മുറാഅത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.